ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു വലിയ വീഡിയോ ഇട്ട് വരികയാണ്. എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഞങ്ങൾ ഫോറൻ മാളിൽ നെസ്റ്റോയിൽ ഫോറൻ മാളിൽ പോയിട്ടാണ് ആഘോഷിച്ചത്. അപ്പോൾ എല്ലാ ബർത്ത്ഡേയും വീട്ടിലാണ് ആഘോഷിക്കാറ്. അപ്പോൾ ഈ ഒരു പ്രാവശ്യം മാത്രം ഒന്ന് പുറത്തൊന്ന് ചേഞ്ച് ആക്കിയതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്നാണ് ചെരുപ്പൊക്കെ നോക്കാറ്. അപ്പോൾ മോൾക്ക് ഇവിടുന്ന് ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എനിക്ക് വേണ്ടിയിട്ടും 2-3 ചെരുപ്പ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബാഗ് ചെരുപ്പൊക്കെ. അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ ആ ബാഗ് അവിടെ ഉണ്ട്, പക്ഷേ ചെരുപ്പില്ല. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോന്നു. പിന്നെ ഇവിടെ നെസ്റ്റോയിൽ വന്നവർ ആകെ ഫസ്റ്റ് പോണ സ്ഥലം കേട്ടോ, ഗെയിമിൻ്റെ അവിടേക്ക്. അങ്ങനെ ഞങ്ങളിവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, കാലിക്കറ്റ് നോട്ട് ബുക്ക് എന്ന് പറഞ്ഞ്, അവിടെയാണ് ആഘോഷിക്കാമെന്ന് വിചാരിച്ച് വന്നത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ കേക്കില്ല. അപ്പോൾ ഞാനിവിടെ നിന്നിട്ട് മക്കളും കാക്കുമൊക്കെ പാടെ പോയിട്ട് KR ബേക്കറിയിൽ നിന്ന് ഒരു ചെറിയ കേക്ക് മേടിച്ച്. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ ഉണ്ടാവുന്നൊരു പ്രതീക്ഷയിലാണ് വന്നത്. അപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ അവർ പോയിട്ട് മേടിച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു കേക്ക് പറഞ്ഞപ്പോൾ ചെറിയൊരു കേക്ക് മതി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചെറിയ കേക്കിൽ പേര് എഴുതിപ്പിക്കുകയാണ്. അപ്പോൾ അത് ഈ വീഡിയോ ഒക്കെ കഴിയുമ്പോൾ താഴെ പോയിട്ട് ഇവിടെ ഇരുന്നു കേട്ടോ. ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ തന്നെ ഇരുന്നു, ഞാൻ പോയില്ല. അങ്ങനെ അവർ പോയിട്ട് കേക്കൊക്കെ മേടിച്ച് വന്നു. അപ്പോൾ ഇതാണ് കാലിക്കറ്റ് നോട്ട് ബുക്ക്. ഞങ്ങളിപ്പോൾ ഇതിന് മുമ്പ് ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഫുഡൊക്കെ നല്ല ഗംഭീര ഫുഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് തന്നെ കേക്ക് മുറിക്കുക. അപ്പോൾ ഇവർ അങ്ങനെ സമ്മതിക്കൊന്നുമില്ല നമ്മൾ കേക്ക് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതൊന്നും ഇവിടെ ഒരു ഇതാക്കില്ല. പക്ഷേ നമുക്ക് പ്രത്യേക ഒരിത് തന്നു അവർ. നമ്മളിപ്പോൾ ഇങ്ങനെ ബർത്ത്ഡേ എന്നൊക്കെ നമ്മൾ ഇതിന് മുമ്പ് വന്നതുകൊണ്ടൊക്കെ അങ്ങനെ, അല്ലെങ്കിൽ അവരെ ഫുഡേ നമുക്ക് അവിടെ കഴിക്കാൻ പറ്റുള്ളൂ. അതേപോലെ അവർ കേക്കും കൊണ്ട് മക്കൾ വരുമ്പോൾ തന്നെ അവിടെ നിന്ന് അവരോട് ചോദിച്ചും ചെയ്തു, എന്താണ് നിങ്ങൾ എങ്ങോട്ടാണ് ഇതൊക്കെ കൊണ്ടുപോകണമെന്നൊക്കെ. അപ്പോൾ ഓരോട് പെർമിഷൻ ചോദിച്ചോ എന്നൊക്കെ ചോദിച്ച് അതേ പറഞ്ഞ മക്കൾ. അങ്ങനെ കേക്ക് ഒരു കഷ്ണം മുറിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഇത് ക്യാൻഡിലൊക്കെ കൊണ്ടുവന്ന് കത്തിച്ച് കേട്ടോ. എന്തായാലും അതൊക്കെ ഒന്ന് ഊതി. ഇതുവരെ എൻ്റെ കേൾക്കുമ്പോൾ ഇങ്ങനെ ക്യാൻഡിൽ കത്തിച്ച് ഊതിയിട്ടില്ല, ഫസ്റ്റ് ടൈം. അങ്ങനെ പിന്നെ എന്തായാലും അതൊക്കെ മാറ്റി വെച്ചിട്ട് രണ്ടാമത് പിന്നെയും മുറിച്ച് എല്ലാവർക്കും കൊടുത്ത്. പിന്നെ ചെറിയ കേക്കായിരുന്നു കേട്ടോ, ഞാൻ ചെറുത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ ഞങ്ങൾ എന്നും വലിയ കേക്ക് വേണ്ടി 2-3 ദിവസം വെച്ചിട്ട് തിന്നല്ലേ. അപ്പോൾ അങ്ങനെ ഇത് ചെറുത് മതി. പിന്നെ നമ്മൾ ഇവിടുന്ന് തന്നെ കഴിച്ച് തീർത്ത് അവിടെയൊക്കെ ക്ലീനാക്കാൻ പറഞ്ഞ് അവരൊക്കെ ക്ലീനാക്കി. പിന്നെ നമ്മൾ അധികം ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഉച്ചയ്ക്കാണ്, ലഞ്ച് ടൈമാണ് കേട്ടോ. അപ്പോൾ ഒരു ഫിഷിൻ്റെ ഈ ഫിഷ് ഇതിൻ്റെ പേരെന്താണ്, കാന്താരി ചില്ലിയോ അങ്ങനെ എന്തോ ആണ് പേര് പറഞ്ഞത്. പിന്നെ ഒരു ഫിഷ് ബിരിയാണി, ഒരു ചിക്കൻ ബിരിയാണി, പിന്നെ അതിക്കുള്ള സാലഡ്, പിന്നെ അച്ചാർ, ചമ്മന്തി, പിന്നെ ഒരു പായസം. ഇതൊക്കെയാണ് ഫുഡ്. പിന്നെ അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ. കാരണം മക്കൾ കഴിക്കുമോയെന്ന് പറയാൻ പറ്റില്ല. ഇവർ പുറത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവർ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ കാക്കുവിന് ചിക്കൻ ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞ്, അപ്പോൾ ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് കിട്ടി, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ബിരിയാണിയും കൂടിയും ഓർഡർ ചെയ്തു. കാരണം മക്കൾ കഴിച്ചു. നല്ല ഫുഡ്, നല്ല ബിരിയാണി കേട്ടോ. ചിക്കൻ ബിരിയാണീൻ്റെ ഒക്കെ ഏറ്റവും ഫിഷ് ബിരിയാണിയിലേറെ ഇഷ്ടപ്പെട്ടത് ചിക്കൻ ബിരിയാണിയാണ്. അങ്ങനെ എല്ലാതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുകയാണ്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്, പിന്നെ ഇതിൻ്റെ ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ.